ഞാനിപ്പോൾ നിൽക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തൃശ്ശൂർ മുനിസിപ്പൽ കോർപ്പറേഷൻ്റെ മുന്നിലാണ്. ഇതിൻ്റെ മേയർ എന്ന് പറയുന്നത് MK വർഗീസ് ആണ്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് തൃശ്ശൂർ മുനിസിപ്പൽ കോർപ്പറേഷൻ റൺ ചെയ്യുന്നത്. അപ്പോൾ തൃശ്ശൂർ മുനിസിപ്പൽ കോർപ്പറേഷൻ്റെ മുന്നിലുള്ള 3 വേസ്റ്റ് ബിന്നുകൾ നഷ്ടമായിരിക്കുകയാണ്. ജൈവ അജൈവ ഖരപദാർത്ഥങ്ങൾ നിക്ഷേപിക്കുന്ന 3 വേസ്റ്റ് ബിന്നുകൾ ഇവിടെ മിസ്സായിരിക്കുകയാണ്. ഈ നേതൃത്വത്തിൽ എന്താണ് മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജനങ്ങൾ നിരന്തരമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വേസ്റ്റ് ബിന്നുകളാണ് നമുക്കിവിടെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഈ വേസ്റ്റ് ബിന്നുകൾ ഇവിടെ നഷ്ടപ്പെടുമ്പോൾ അവർ എങ്ങനെയാണ് ഇതിനെ കൈകാര്യം ചെയ്യുക? ഒന്നല്ലെങ്കിൽ പൊതുവായിട്ട് ഉള്ള റെയിൽവേ സ്റ്റേഷൻ, KSRTC എന്ന് പറയുന്ന പോലെയുള്ള സ്ഥലങ്ങളിലുള്ള വേസ്റ്റ് ബിന്നുകൾ ഉപയോഗിക്കാം. അല്ലാത്ത പക്ഷം ഒളിച്ചും പാത്തും തെരുവുകളിൽ ഈ മാലിന്യം നിക്ഷേപിക്കാം. ജനങ്ങളെ ദുരിതത്തിലാക്കുന്ന ഒരു സംവിധാനമാണ് ഇവിടെ നടക്കപ്പെട്ടിട്ടുള്ളത്. അതായത് നിരന്തരമായിട്ട് ജനങ്ങൾ ഉപയോഗിക്കുന്ന സംവിധാനം നഷ്ടപ്പെടുമ്പോൾ അവർക്ക് എന്ത് ചെയ്യണമെന്ന് പറയുന്ന പ്രായോഗികത എല്ലാവർക്കും ഉണ്ടാകണം എന്നില്ല. ഓക്കെ, ഇതപ്പോൾ പ്രോപ്പറായിട്ട് റൺ ചെയ്യാനായിട്ടുള്ള സംവിധാന മികവ് നമ്മളുടെ MK വർഗീസിന് ഇല്ല എന്ന് അദ്ദേഹം ചെറിയ കാര്യങ്ങളിലൂടെ തന്നെ തെളിയിക്കുന്നുണ്ട്. അടുത്ത പ്രാവശ്യം ഇങ്ങനെയുള്ള ഒരാളെ വിജയിപ്പിക്കാതിരിക്കുക. ആരുടെ പ്രോപ്പർട്ടിയാണ് ഇവിടെ നഷ്ടപ്പെട്ടുള്ളത്? നമ്മൾ ടാക്സ് കൊടുത്തിട്ടുള്ള നമ്മളുടെ പ്രോപ്പർട്ടിയാണ് നഷ്ടപ്പെട്ടുള്ളത്. ഓക്കെ, നമ്മളുടെ ടാക്സ് കൊണ്ട് നമ്മളാണ് ഗവൺമെൻറ്റിനെ റൺ ചെയ്യിക്കുന്നത്. നമ്മൾക്ക് പ്രോപ്പറായിട്ടുള്ള സംവിധാനങ്ങൾ, സർവീസ് കറക്റ്റായിട്ട് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു മേയറിനെ ഇവിടെ നിയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അടുത്ത പ്രാവശ്യം ഈ ഒരു വ്യക്തിയെ വിജയിപ്പിക്കാതിരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ബൈ.